Hi guys, Assalamualaikum. എല്ലാവർക്കും നമസ്കാരം. ഹനാസ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്ന പോലെ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ചെന്ന് കാണുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. 3 മിനിറ്റ് കണ്ടതിന് ശേഷം മാത്രമേ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ദാറ്റ് സ്മോൾ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിഷിലോട്ട് കിടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു അടിപൊളി ഡിഷാണ്, ഒരു നാടൻ ഡിഷാണ്, വേറെ ഒന്നുമല്ല ചിക്കൻ പെരട്ട്. അതും കുരുമുളകിട്ട ചിക്കൻ പെരട്ട്. അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമ്മൾ ഉമ്മച്ചിയുടെ കിച്ചണിലോട്ട് പോവാം. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ പെരട്ടാണ്. വളരെ ടേസ്റ്റിയാണ്. ഇച്ചിരി ഹോട്ടായിട്ടാണ് ഞാൻ സംഭവം റെഡിയാക്കുന്നത്. അപ്പം എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരു ഇടികല്ല് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി, ഏതാണ്ട് ഒരു 4 വലിയ ഇതിൻ്റെ ഒരു 4 പീസോളം ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഒരു 8ഓളം പീസ് വെളുത്തുള്ളി, പിന്നെ 2 പുതിനയില, 2-3 പുതിനയില, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചതച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂണോളം പെരിഞ്ചീരകം നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. അപ്പോൾ ചതച്ച് ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഈ ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് എരിവ് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇതിലൊരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഞാനിതിൽ ഒരു 1 ടേബിൾ സ്പൂണോളം വിനീഗർ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നോ പ്രോബ്ലം. നാരങ്ങ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതിലോട്ട് മുളക് പൊടി ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇത്രയും മാത്രമേ ഞാൻ ഈ ചിക്കനിലോട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം ഞാൻ അരപ്പൊക്കെ നന്നായിട്ട് ചിക്കനിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു അരമണിക്കൂർ വരെ വെക്കണം. ഞാനിപ്പോൾ വെക്കുന്നില്ല, ഞാനിപ്പോൾ 10 മിനിറ്റാണ് വെക്കുന്നത്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തീയൊന്ന് ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചട്ടി ചൂടായിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഓയിലൊക്കെ കൂട്ടുകയും കുറയ്ക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടുന്ന സമയം കൊണ്ട് നമുക്ക് അതിലോട്ട് പൊട്ടട്ടെ. പൊട്ടിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് പുതിനയില ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു 3 പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ചോയ്സാണ് അതൊക്കെ. 1-1.5 ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനപ്പോൾ ചിക്കനിലോട്ട് ഞാൻ മുളക് ആഡ് ചെയ്തിട്ടില്ല, ഞാൻ ഇതിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചിക്കനൊക്കെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഞാൻ തൈരിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. ചിക്കനൊക്കെ നമ്മൾ എപ്പോൾ ചിക്കൻ്റെ ഫ്രൈ ആണെങ്കിലും എന്ത് ചെയ്താലും നമ്മൾ തൈരിലോട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് അതിലൂടെ കിട്ടാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് ലിഡ് വെച്ച് അടച്ച് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയം നമുക്ക് ചിക്കനൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വെള്ളമൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ വെള്ളമൊക്കെ ഉണ്ട്, എൻ്റെ ചിക്കനിൽ വെള്ളമൊക്കെ ഉണ്ട്. കാരണം ഞാനിതിൽ വെള്ളം ആഡ് ചെയ്തിട്ടില്ല, ചിക്കനിൽ നിന്ന് വന്ന വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പെരട്ടാണ്. അല്ല, ഗ്രേവി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഗ്രേവി ആവുന്ന സമയത്ത് നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമുക്കൊന്ന് സ്റ്റിക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വെന്തോ എന്നൊക്കെ നോക്കാം. പിന്നെ നമ്മുടെ ഈ കോഴി ബ്രോയിലർ കോഴി ആയതുകൊണ്ട്
ഒരുപാട് വേവൊന്നും ഇതിനില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ അതുമാത്രമല്ല നമുക്കിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും. പെട്ടെന്ന് ഈ രാത്രിയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ചിക്കൻ മേടിച്ചതങ്ങ് പെട്ടെന്ന് ഈസി ആയിട്ട് അങ്ങ് ചെയ്തെടുക്കാം. ഞാനൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഓക്കെയാണ്, അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ ചിക്കൻ വേകുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാന് അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് ഉള്ളിയെ ഒന്ന് വഴറ്റിയെടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുക്കാം, കാരണം ഓയിൽ നമ്മൾ ഓൾറെഡി നേരത്തെ അതിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ചുകൂടെ നമുക്ക്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു ഉള്ളി അരിഞ്ഞ് നമുക്ക് ഇതിലോട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയല്ല, ഇച്ചിരി ഒന്ന് മൂപ്പിച്ച് ബ്രൗൺ കളർ ആക്കേണ്ടതുണ്ട്. പെരട്ടല്ലേ, അപ്പോൾ ഇച്ചിരി കളറൊന്ന് ഒരു ഏകദേശം ബ്രൗൺ കളർ ആവണമല്ലോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് പേടിക്കേണ്ട, ഞാൻ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്, അപ്പം വളരെ എരി കുറവാണ്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഇച്ചിരി ഹോട്ടാണ് സംഭവം, ഹോട്ടും സ്പൈസിയാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഇത്ര ആഡ് ചെയ്യുന്നുണ്ട്. ഇതുകൂടി ഇടുമ്പോൾ നല്ല ഒരു സ്മെല്ല് വരും. ഇനി നമ്മുടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമുക്കിതിനെ നമ്മുടെ കോഴി പെരട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ സമയം തീയൊന്ന് ഓഫ് ചെയ്ത് നമ്മുടെ ചിക്കനിലോട്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, കണ്ടോ? ഇനി ഇത് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈസി ആയിട്ടുള്ള നല്ല സ്പൈസി ഹോട്ടായിട്ടുള്ള നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്ന കുരുമുളകാണ്. അതുകൂടെ ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പരിപാടി കഴിയും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ചിക്കൻ വെന്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. അതിൽ ചെന്ന് ഈ ഇതിൽ കിടന്ന് ഈ തീയിൽ കിടന്ന് ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊരിയണം. അപ്പോഴാണ് അതിൻ്റെ ഒരു റിയൽ ടേസ്റ്റ് വന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല. അപ്പോൾ സംഭവം തകർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ പെരട്ടാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ വളരെ സ്മോളായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ബായ്. ഇവിടെ തയ്യാറായിട്ടുണ്ട്, അതും കുരുമുളക് ഇട്ടതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയായ നല്ല ചൂടുള്ള പാലപ്പം കൂടെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള വാക്കുകൾ കിട്ടുന്നില്ല. ഇത് എൻഡ് ചെയ്തിട്ട് വേണം എനിക്കും എൻ്റെ അനിയനും ഇത് ഫിനിഷ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ആൻഡ് സ്മോൾ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ 3 മിനിറ്റ് കണ്ടതിന് ശേഷം മാത്രമേ എൻ്റെ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. ബൈ.